തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. എന്താണ് അതിന്റെ അപ്ഡേറ്റ് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. മുരാരി ബാബുവിൽ മാത്രം ഒതുങ്ങുമോ, കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ആസൂത്രണത്തെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മുരാരി ബാബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും ഏതൊക്കെ ഉദ്യോഗസ്ഥരെ അടുത്തതായി വിളിച്ചു വരുത്തണമെന്ന് SIT തീരുമാനിക്കും. കൂടുതൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ മറ്റുദ്യോഗസ്ഥരുടെയും അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, അങ്ങനെ മുരാരി ബാബുവിന്റെ അറസ്റ്റായിരുന്നു ഇതിൽ നിർണായകമായത്. അതിൽ നിന്ന് തന്നെ മുരാരി ബാബു അതിന്റെ മറ്റ് വഴികൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കും, ആരിലേക്ക് എത്തിച്ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എന്തൊക്കെ വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി, സിജോ? ഇപ്പോൾ മുരാരി ബാബുവിനെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഇതിന്റെ ഒരു ആസൂത്രണം സംബന്ധിച്ച വിവരങ്ങൾ മുരാരി ബാബു നൽകുകയും ചെയ്തിരിക്കുന്നത്. താൻ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ചെമ്പ് എന്ന് സ്വർണ്ണപ്പാളി ചെമ്പെന്ന് എഴുതിയത് അട്ടിമറിയുടെ ഭാഗമാണ് എന്ന് സമ്മതിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ ആളുകൾക്ക് നിർദ്ദേശം നൽകിയത് താനാണ്. അത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആരോട് എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, ആരുടെയൊക്കെ സഹായങ്ങൾ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അക്കാര്യത്തിലേക്ക് വൈകാതെ തന്നെ അന്വേഷണ സംഘം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിലൊരു വ്യക്തത വരികയും ചെയ്യും. നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഈ ദേവസ്വം ബോർഡിനെയും കൂടി വെട്ടിലാക്കുന്ന തരത്തിലുള്ള ചില മൊഴികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. കാരണം 2019-ലും 2025-ലും ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ രേഖകൾ കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇതിൽ ഇയാൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ വരും ദിവസങ്ങളിൽ തന്നെ വിളിച്ചു വരുത്തും. ഇന്നും കൂടുതൽ ഉദ്യോഗസ്ഥരെ വരാൻ ആവശ്യപ്പെട്ടതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരികയും ചെയ്യും. അതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുന്നുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ അത് വലിയ പ്രതിസന്ധിയിൽ ബോർഡിനെ ആക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോർഡ് ഒരു തീരുമാനമെടുക്കും. എന്തായാലും വിശദമായ ഒരു സത്യവാങ്മൂലം നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതോടൊപ്പം തന്നെ ഈ ശബരിമല മേൽശാന്തിമാരുടെയൊക്കെ പരികർമ്മകളായിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ഹൈക്കോടതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടി ഇപ്പോൾ നിലവിൽ സർവീസിലുള്ള 2 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകളും ഇന്നത്തെ യോഗത്തിലുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അറിയാം ഇനി എന്തൊക്കെയാണ് മുരാരി ബാബു പറഞ്ഞത് പ്രകാരം ആരിലേക്കൊക്കെ അന്വേഷണം ചെന്ന് എത്തുന്നു എന്നുള്ളത് കൂടെ വളരെ കൗതുകം കൂടിയുണ്ട്. മുരാരി മുരളുമോ അതോ ഉരുളുമോ, കാത്തിരിക്കാം. നല്ല പേര്. രസരിയുടെ കമന്റാണ്. മുരാരിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ നിർബന്ധമായി അവരിലേക്ക് ലഭിച്ചു. പക്ഷേ പ്രതിപക്ഷം ഇതിനകത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജിൽസി, എന്ന് വെച്ചാൽ മുരാരി ബാബു ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. മുരാരി ബാബുവിനെതിരെ ദേവസ്വം വിജിലൻസിന്റെ നടപടിയെടുത്തിരുന്നു. അപ്പോൾ ആ നടപടിയെടുത്ത് SIT നടപടിയെടുക്കുന്നത് വരെ 2 ആഴ്ചയോ 3 ആഴ്ചയോ സമയം കിട്ടിയിട്ടുണ്ട് മുരാരി ബാബു. അപ്പോൾ ഈ തെളിവൊക്കെ പരമാവധി നശിപ്പിച്ചു കാണുമോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ തന്നെ സ്വാഭാവികമാണ്. അത് ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആവശ്യത്തിലധിക സമയം ഇവർക്ക് തെളിവുകൾ നശിപ്പിക്കാനും തൊണ്ടിമുതൽ ഒളിപ്പിക്കാനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ആ സ്വർണ്ണം ആവാനുള്ള സാധ്യത കുറവാണെന്ന്. പക്ഷേ എങ്കിൽ കൂടിയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാണ്. SIT ഒരു ഘട്ടത്തിലും പിറകോട്ട് പോകില്ല. SIT